പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 47 അധ്യായം 12 വാക്യം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. ഹല്ലേലൂയ. നദീതീരത്ത് വൃക്ഷങ്ങൾ വളരും. നദീതീരത്ത് ഒരു വൃക്ഷം നട്ടാൽ അത് വളരുന്ന വൃക്ഷമത്രേ. ഹല്ലേലൂയ. ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി, ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ജീവജലത്തിൻ്റെ നദി, ആ നദിക്ക് അക്കരെയും ഇക്കരെയുമുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് ഇതാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. അക്കരെയും ഇക്കരെയുമുള്ള ഹല്ലേലൂയ വൃക്ഷങ്ങൾ വളരും. ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, ആ വൃക്ഷം നാം ഓരോരുത്തരുമാ. ഹല്ലേലൂയ. 1 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നീതിമാനെക്കുറിച്ച് പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം അതുതന്നെയാ പ്രവചന ആത്മാവിൽ ഇന്ന് രാവിലെ പറയുന്നത്. ഹല്ലേലൂയ. സഹോദര സഹോദരി, നീ നദിയുടെ അക്കരെയും ഇക്കരെയും നട്ടിട്ടുള്ള കർത്താവിൻ്റെ വൃക്ഷമാണ്. കർത്താവ് നട്ടതെങ്കിൽ നിശ്ചയമായി നീ വളരും. ഇന്ന് രാവിലെ സമയം ഈ വാക്യം വായിക്കുമ്പോൾ 5 കാര്യങ്ങൾ പരിശുദ്ധ ആത്മാവ് ഈ വാക്കിലൂടെ പറയുന്നു. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. 2, അവയുടെ ഇല വാടുകയില്ല. 3, അവ ഫലമില്ലാതെ പോകത്തില്ല. 4, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. 5, അവയുടെ ഫലം തിന്നാനും ഹല്ലേലൂയ അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഇങ്ങനെ 5 കാര്യങ്ങൾ ദൈവം ഈ വൃക്ഷത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ പറയുന്നു. ഓരോ വാക്യം വായിക്കുമ്പോഴും ഓരോ കാര്യം കേൾക്കുമ്പോഴും നിങ്ങൾ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമെങ്കിൽ നിശ്ചയമായി ഈ വചനത്തിനകത്തുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. 1 പറയുന്നു, ഇത് വളരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ നട്ടത് വളരാൻ വേണ്ടിയാ. അതും ഫലം കായ്ക്കുന്ന വൃക്ഷമായി വളരാൻ ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നീ ഒരു പാഴ്ത്തടിയല്ല. ദൈവം നിന്നെ നട്ടത് ഒരു ഉപയോഗത്തിന് വേണ്ടി അത്രേ, ഒരു പദ്ധതിക്ക് വേണ്ടി അത്രേ. അങ്ങനെയെങ്കിൽ ആ കർത്താവ് നട്ട ദൈവം പറയുന്നു, നിന്നെ ഞാൻ വളർത്തും. ദേശത്തിൻ്റെ നടുവിൽ, കുടുംബത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദൈവം നിന്നെ വളർത്തും. നീ കർത്താവിനാൽ സൂക്ഷിക്കപ്പെട്ട, കർത്താവിനാൽ നടപ്പെട്ട, കർത്താവിനാൽ നനയ്ക്കപ്പെട്ട ഒരു വൃക്ഷം പോലെ നിന്നെ വളർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. 2, വേദപുസ്തകം പറയുന്നു, അതിൻ്റെ ഇല വാടത്തില്ല. യെരമ്യാവും ഇതിനെക്കുറിച്ച് പറയുന്നു, ഉഷ്ണം തട്ടിയാലും കാലാവസ്ഥ മാറിയാലും പ്രതികൂലങ്ങൾ വന്നാലും നിൻ്റെ ഇല വാട്ടിക്കളയാൻ ആർക്കും പറ്റത്തില്ല. എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് സീസണകത്തും ഇല വാടാത്ത വൃക്ഷം പോലെ തല ഉയർത്തി നിൽക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. നിൻ്റെ ഇല വാടുകയില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഹല്ലേലൂയ ഏതൊക്കെ പ്രതികൂല ശക്തികൾ എതിര് വന്നാലും ഇല വാട്ടിക്കളയാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഇന്ന് രാവിലെയും പച്ച പിടിച്ചിരിക്കാൻ, ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിപ്പാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനം കേൾക്കുന്ന, ഈ വചനം ഇന്ന് രാവിലെ ഇപ്പോൾ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ദാസൻ എന്ന അധികാരത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇല വാടിപ്പോകത്തില്ല. 3 പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ ഫലമില്ലാതെ പോകത്തുമില്ല. നിങ്ങൾ ഫലമില്ലാതെ പോകത്തില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് ഫലമാണോ ആഗ്രഹിക്കുന്നത് ആ ഫലം നിങ്ങളിലൂടെ പുറപ്പെടുവിക്കും. നിങ്ങളുടെ ജീവിതം ഫലദായകമായ ജീവിതമായി തീരും. നിങ്ങളെ കാണുന്നവർ പറയരുത്, ഇതൊരു പാഴ്ത്തടിയാ, ഇത് വെറുതെയായി നിന്നവനാ, ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയാതെ നിങ്ങളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ആമീൻ പറഞ്ഞിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു പറ. ഇന്ന് പകൽക്കാലവും നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങളുടെ വീട്ടിൽ ഫലം കായ്ക്കും. നിങ്ങളുടെ സമൂഹത്തിൽ ഫലം കായ്ക്കും. സമൂഹത്തിനും കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും വളരെ ഉപയോഗപ്രദമായ കൊള്ളാം
ഫലിക്കാവുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങൾ ഫലം കായ്ക്കും, ഫലമില്ലാതെ പോകത്തില്ല. നാലാമത്തെ കാര്യം വേദപുസ്തകം പറയുന്നു, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട്. ആ വെള്ളം വരുന്നത് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നിങ്ങൾക്കറിയാമില്ല, ജീവൻ്റെ വചനമാണ്. വചനം വായിക്കുന്ന, വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ വചന കേൾവി വെറുതെ അല്ല. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് എല്ലാ മാസവും ഫലം കായ്ക്കും, ഫലം തരും. എല്ലാ മാസവും. ഒരു മാസം വന്നിട്ട് ബാക്കി മാസം ഇല്ലെന്നല്ല, എല്ലാ മാസവും 1-ാം തീയതി മുതൽ മാസത്തിൻ്റെ അവസാനം വരെ എല്ലാ മാസവും എല്ലാ ദിവസവും നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങൾ ഒരു സീസണിൽ മാത്രം കായ്ക്കുന്ന ഒരു ചെടിയല്ല. നിങ്ങൾക്ക് സീസൺ അപ്പുറത്ത്, പരിധിക്കപ്പുറത്ത്, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് നിങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. ഈ തലമുറയിലും നിങ്ങൾ ഫലദായകമായി തീരും. എല്ലാ മാസവും അതത് മാസം അതത് ഫലം കായ്ക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി നിങ്ങൾ മാറട്ടെ. ഓരോ ദിവസവും ഓരോ ഫലത്തിനും ഒരു സീസണുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് സസ്യവും എടുത്തോ, ചില സസ്യങ്ങൾക്ക് പറയും ഇത് അതിൻ്റെ സീസണാണ്, ഈ ഫ്രൂട്ടിൻ്റെ സീസണാണ്, ഈ വെജിറ്റബിളിൻ്റെ സീസണാണ്. പക്ഷേ ദൈവ പൈതലേ, നിനക്ക് സീസണുകൾക്കപ്പുറത്ത് നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇത് അവസാനം പറയുന്നു, അത് എല്ലാ മാസവും ഫലം കായ്ക്കുക മാത്രമല്ല, ആ ഫലം തിന്നാൻ കൊള്ളാം. ചുമ്മാതുള്ള ഫലമല്ല, ഇത് ഉപയോഗപ്രദമായ ഫലമാണ്, ഇത് അനുഗ്രഹപ്രദമായ ഫലമാണ്, ഇത് രുചികരമായ ഫലമാണ്. തീർന്നില്ല, അതിൻ്റെ ഇല പോലും ജാതികൾക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം നീ ഒരു അത്ഭുത വിഷയമായിരിക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത്ഭുതമാണ്. നിൻ്റെ ഇല അത്ഭുതമാണ്, നിൻ്റെ ഫലം അത്ഭുതമാണ്, നിൻ്റെ വേര് അത്ഭുതമാണ്, നിൻ്റെ തടി അത്ഭുതമാണ്. നീയേ ഒരു അത്ഭുതമാണ്, നീ ഒരു പ്രയോജന വിഷയമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാം, കർത്താവേ, ആലയത്തിൻ്റെ നദിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സന്തോഷിപ്പിക്കുന്ന ആലയത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.